യെസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് മുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓരോ ചാപ്റ്ററിൻ്റെയും ബ്രീഫായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് എന്ന് പറയാം, ചില ഷോർട്ട് കട്ടുകൾ, പിന്നെ അതിൻ്റെ റെലവൻ്റ് ആയിട്ടുള്ള ഫോർമുലകൾ, ചില ബേസിക് കൺസെപ്റ്റ്സ്. അല്ലാതെ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ടല്ല നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ ചാപ്റ്ററാണ്. പക്ഷേ നമുക്ക് ഇനിയുള്ള സമയത്തിന് ഓരോ ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഷെഡ്യൂൾ എനിക്ക് കിട്ടും. ഒരു ദിവസം ഏത് ചാപ്റ്റേഴ്സൊക്കെയാണ് വരിക എന്നുള്ളതിൻ്റെ ഒരു ഷെഡ്യൂൾ യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ്. തൽക്കാലം നമ്മൾ ഇന്ന് തുടക്കമല്ലേ, ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മൾ മെഷർമെൻറ്റ്സ് ചാപ്റ്ററിനെ കുറിച്ച് പറയുന്നത്. മെഷർമെൻറ്റ്സ്, നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ പേര് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നാണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, അതായത് മെഷർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് പറയും. അതാണ് ഈ ചാപ്റ്ററിൽ ഒത്തിരി വളരെ ഡീറ്റെയിൽ ആയിട്ട്. മെഷർമെൻറ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ മെഷർമെൻറ്റ് ചെയ്തു തുടങ്ങി, മോസ്റ്റ്ലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്കെയിൽ. പിന്നെ നമ്മൾ ആംഗിൾ മെഷർ ചെയ്തു യൂസിങ് പ്രൊട്രാക്ടർ, അങ്ങനെ പതുക്കെ. അപ്പോൾ ഈ മെഷർമെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. മെഷർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ. മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റിക്ക് പറയുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലേ? നമ്മൾ ആദ്യം മെഷർമെൻറ്റ് ഈസ് ഡൺ ഓൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി. നമുക്ക് ലെങ്ത്, ഏരിയ, വോളിയം, ഡെൻസിറ്റി, മാസ്, ഫോഴ്സ്, അങ്ങനെ ഒത്തിരി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഏതൊരു മെഷർമെൻറ്റും, എനി മെഷർമെൻറ്റ് നമുക്ക് വേണമെങ്കിൽ 4 or 5 സ്റ്റെപ്സ് ആയിട്ട് തിരിക്കാം. എനി മെഷർമെൻറ്റ് ഒന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് വിച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റി യു ആർ മെഷറിങ് അത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് നിങ്ങൾ മെഷർ ചെയ്യുന്നത് അത് ഐഡൻറ്റിഫൈ ചെയ്യണം. 2, വി നീഡ് എ സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡ് ഉദ്ദേശിക്കുന്നത് ഇൻസ്ട്രുമെൻറ്റ്, സ്കെയിലോ, വാച്ചോ, പ്രൊട്രാക്ടറോ, ബാലൻസോ, വാട്ട് എവർ ഇറ്റ് ഈസ് സ്റ്റാൻഡേർഡ്. നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റാൻഡേർഡാണ് സ്കെയിൽ. Any standard, any instrument is based on a unit system. The standard is based on a unit system. ഇത് സൂട്ടബിൾ ആയിട്ടുള്ള, നമ്മൾ മെഷർ ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ അളവിനനുസരിച്ചിട്ട് നമുക്കൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യും. ചിലപ്പോൾ മില്ലിമീറ്ററിലായിരിക്കും, സെൻറ്റിമീറ്ററിലായിരിക്കും, ഗ്രാമിലായിരിക്കും, കിലോഗ്രാമിലായിരിക്കും, മെട്രിക് ടണ്ണിലായിരിക്കും. അങ്ങനെ അക്കോർഡിംഗ് ടു ദ റിക്വയർമെൻറ്റ്, നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ ആ യൂണിറ്റ് സിസ്റ്റം സെലക്ട് ചെയ്യും. ഇനി എന്താണ് മെഷർമെൻറ്റ്? മെഷർമെൻറ്റ് ഈസ് കമ്പാരിസൺ. ഒരു കമ്പാരിസനാണ്. നമ്മൾ എന്താണ് കമ്പയർ ചെയ്യുന്നത്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് കമ്പയർഡ് വിത്ത് ദ സ്റ്റാൻഡേർഡ്. 4ാമത്തെ മെഷർമെൻറ്റ് ഈസ് എ കമ്പാരിസൺ. ഒരു കമ്പാരിസനാണ്. ആരെ കമ്പയർ ചെയ്യുന്നു? കമ്പാരിസൺ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി വിത്ത് സ്റ്റാൻഡേർഡ് അല്ല, അങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സ്കെയിൽ വെച്ചുകൊണ്ടോ, ബാലൻസ് വെച്ചുകൊണ്ടോ, വാച്ച് വെച്ചുകൊണ്ടോ. 5ാമത്തേത് വി ഗെറ്റ് എ ഫൈനൽ റിസൾട്ട്. എൻ്റെ പേരാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ്
മാഗ്നിറ്റ്യൂഡ് ഓഫ്. ഇതാണ് നമുക്ക് മെഷർമെൻറ്റിൽ വരുന്ന 5 കാര്യങ്ങൾ. ഒന്ന്, ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് മെഷർ ചെയ്യുന്നത് അത് വ്യക്തമായിട്ട് തിരിച്ചറിയണം. 2, അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഒരു ഇൻസ്ട്രുമെൻ്റ് സെലക്ട് ചെയ്യണം. 3, ഏതൊരു സ്റ്റാൻഡേർഡും ഒരു യൂണിറ്റ് സിസ്റ്റം ബേസ് ചെയ്തുകൊണ്ടാണ്, യൂണിറ്റ് സിസ്റ്റം. 4, മെഷർമെൻ്റ് എന്ന് വെച്ചാൽ ഒരു കമ്പാരിസനാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി വി ആർ കമ്പയറിങ് വിത്ത് ദ സ്റ്റാൻഡേർഡ്. നമുക്കൊരു ഫൈനൽ റിസൾട്ട് കിട്ടും, അതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് മെഷർമെൻറ്റ്. ഇതാണ് 5 സ്റ്റെപ്സ് ഇൻവോൾവ് ആയിരിക്കും. ഞാൻ പറഞ്ഞു, നമ്മൾ ലെങ്ത് മെഷർ ചെയ്യുന്നു, മാസ് മെഷർ ചെയ്യുന്നു, ഏരിയ മെഷർ ചെയ്യുന്നു, വോളിയം, അങ്ങനെ ഒട്ടനവധി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. നമുക്ക് കുറേ ഫിസിക്കൽ ക്വാണ്ടിറ്റി, നമ്മൾ ലെങ്ത്, മാസ്, ടൈം, ഇതൊക്കെ നമ്മൾ പറയുന്ന പേരാണ് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി. മറിച്ച് ഏരിയ, വോളിയം, ഡെൻസിറ്റി, ഫോഴ്സ്, ആക്സിലറേഷൻ, അങ്ങനെ നൂറുകണക്കിന് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്. അതായത് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്, ലൈക്ക് എന്തുമാതിരി മാസും ലെങ്ത്തും ടൈമും മാതിരി. ഇനി ഈ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ചും കൊണ്ട് ഡിറൈവ് ചെയ്യുന്ന ക്വാണ്ടിറ്റിക്ക് പറയുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. അത് അസംഖ്യം, അനവധിയുണ്ട്. അപ്പം എന്താണ് ഒരു ക്വാണ്ടിറ്റിയെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാനുള്ള കണ്ടീഷൻ എന്താണ്, ക്രൈറ്റീരിയൻ എന്താണ്? ലെങ്ത് എന്തുകൊണ്ട് ഫണ്ടമെൻ്റലാണ്? നമ്മൾ മാസിനെ ഫണ്ടമെൻ്റലായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു, ടൈമിനെ വി ഹവ് ടേക്കൺ ഫണ്ടമെൻ്റൽ. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് സിസ്റ്റം, SI സിസ്റ്റം എന്ന് പറയും. SI സിസ്റ്റം വരുന്നതിന് മുമ്പും സയൻറ്റിഫിക്കലി ഉപയോഗിച്ചിരുന്ന യൂണിറ്റ് സിസ്റ്റംസ് ഉണ്ടായിരുന്നു. CGS സിസ്റ്റം, FPS സിസ്റ്റം, MK സിസ്റ്റം, അല്ലേ? അവിടേക്ക് നമ്മൾ മെയിനായിട്ടും 3 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ് എടുത്തിരുന്നത്: മാസ്, ലെങ്ത്, ടൈം. എന്താണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഫണ്ടമെൻ്റലായിട്ട് വിളിക്കാനുള്ള കണ്ടീഷൻ? നമുക്കൊരു ഇൻഡിപെൻഡൻറ്റ് ബേസിസ് റെഫർ ചെയ്തുകൊണ്ട് പറയണം, ഇത്രത്തോളം ലെങ്ത് 1 മീറ്റർ, ഇത്രത്തോളം മാസ് 1 കിലോഗ്രാം, ഇത്രത്തോളം ടൈം 1 സെക്കൻഡ്. അങ്ങനെ ഒരു റെഫറൻസ് ബേസിസിനെ വെച്ചുകൊണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്ന, നിർവചിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. ഒരു ഇൻഡിപെൻഡൻറ്റ് ബേസിസ് വേണം, ഇത്രത്തോളം ലെങ്ത്, അങ്ങനെ നമ്മളാണ് എടുക്കുന്നത്. വി ആർ ഡിസൈഡിങ്. നമുക്കതിനൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള, അൺചേഞ്ചബിൾ ആയിട്ടുള്ള, ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു റെഫറൻസ് വേണം. അപ്പോൾ ഏതൊരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെ പുറകിലും ഇങ്ങനെ ഒരു ഇൻഡിപെൻഡൻറ്റ് ബേസിസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഇൻഡിപെൻഡൻറ്റ് ബേസിസ് വെച്ചുകൊണ്ട് ഡിഫൈൻ ചെയ്യുന്ന, നിർവചിക്കുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഫണ്ടമെൻ്റൽ. നമുക്ക് ആരെ വേണമെങ്കിലും നമുക്ക് ബേസിസ് ചെയ്ത് എടുക്കാം. നമ്മുടെ കൺവീനിയൻസ് ആണ്. നമുക്ക് ഈസിലി ആക്സസിബിൾ ആയിരിക്കണം, ഡിപ്പെൻഡബിൾ ആയിരിക്കണം, അൺചേഞ്ചബിൾ ആയിരിക്കണം. ഇതാണ് ആ ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിന്ന് എടുക്കാനുള്ള ക്രൈറ്റീരിയൻ. ഇനി ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ആണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഞാൻ പറഞ്ഞു, നമുക്ക് പല യൂണിറ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു. പക്ഷേ സയൻസ് ഡെവലപ്പ് ചെയ്തപ്പോൾ ഇറ്റ് വാസ് ഫൗണ്ട് ഡിഫിക്കൽട്ട്, അല്ലേ? ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. പല യൂണിറ്റ് സിസ്റ്റത്തിലെ മെയിൻലി പല രാജ്യങ്ങളിലായിരുന്നു. എല്ലാ രാജ്യങ്ങളിലും സയൻസ് ഡെവലപ്പ് ചെയ്തു. ഒരു കാലത്ത് ഇംഗ്ലണ്ടും കുറച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രമായിരുന്നു സയൻറ്റിഫിക് അച്ചീവ്മെൻ്റ് കാര്യമായിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് ലോകം മുഴുവനും സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ്സ് സ്പ്രെഡ് ചെയ്തു. ഇപ്പോൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു യൂണിറ്റ് സിസ്റ്റം ആവശ്യമായിട്ട് വന്നു.
അങ്ങനെയാണ് 1979 1979 എല്ലാ രാജ്യക്കാരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. അതിൻ്റെ പേരാണ് SI സിസ്റ്റം. SI സിസ്റ്റം ഇൻ്റർനാഷണൽ. SI സിസ്റ്റത്തിലെ നമ്മൾ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 7. ഞാൻ പറഞ്ഞു, ഏതൊരു ക്വാണ്ടിറ്റിയും ഫണ്ടമെൻ്റൽ എന്ന് വിളിക്കാനായിട്ടൊരു ബേസിസ് വേണം, ഒരു റെഫറൻസ് ബേസിസ് വേണം. അങ്ങനെ നമ്മൾ തീരുമാനിക്കുകയാണ് ഇതാണ് റെഫറൻസ് ബേസിസ്. അങ്ങനെ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അന്ന് ആ 1979 അവർ എന്ത് ചെയ്തു, ഡിസൈഡ് ചെയ്തു. ആ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിക്കും ഒരു റെഫറൻസ് ബേസിസ് ഉണ്ടായിരുന്നു. ആരൊക്കെയാണ് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്? ഒന്ന് ലെങ്ത്. ലെങ്ത്തിന് നമ്മൾ മീറ്ററാണ് ഉപയോഗിക്കുന്നത്, M സിമ്പല്. 2 മാസ്, മാസിനെ കിലോഗ്രാം, ഉപയോഗിക്കുന്ന സിമ്പല് kg. ടൈമിനെ സെക്കൻഡ്, S ആണ് സിമ്പൽ. കീപ് സ്മോൾ ലെറ്റേഴ്സ്. ഇനി ടെമ്പറേച്ചർ, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് കെൽവിനാണ്. അത് ക്യാപിറ്റൽ K ആണ്. കാരണം കെൽവിൻ വന്നിരിക്കുന്നത് ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരിൽ നിന്നാണ്, അതുകൊണ്ട് അതിനെ ക്യാപിറ്റൽ K എന്ന്. ഇനി ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട് അതിൻ്റെ യൂണിറ്റ് ആംപെയർ. ആംപിയറിന് നമ്മൾ സിമ്പൽ കൊടുത്തിരിക്കുന്നത് ക്യാപിറ്റൽ A ആണ്. അതും ആംപിയർ എന്നുള്ള സയൻറ്റിസ്റ്റിൻ്റെ പേരിൽ നിന്ന് വന്നതാണ്. 7 ല്യൂമിനസ് ഇൻറ്റൻസിറ്റി. ല്യൂമിനസ് ഇൻറ്റൻസിറ്റി അതിൻ്റെ യൂണിറ്റ് കാൻഡില. അതായത് നമുക്കിങ്ങനെ പറയാം, ഉച്ചം എന്ന് പറയാം മലയാളത്തിൽ, ഉച്ചം അല്ലേ? നല്ല ബ്രൈറ്റ്നെസ്, ഒരു ലൈറ്റ് സോഴ്സിൻ്റെ ബ്രൈറ്റ്നെസ്, തീവ്രത, പ്രകാശ തീവ്രത, ഉച്ചം എന്നൊക്കെ പറയാം. അത് മെഷർ ചെയ്യാൻ നമ്മളൊരു ഫണ്ടമെൻ്റൽ ബേസിസ് ഡിഫൈൻ ചെയ്തു. അത് വെച്ചുകൊണ്ട് നമ്മൾ ല്യൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് കാൻഡിലയായിട്ട് ഡിഫൈൻ ചെയ്തു. അതുപോലെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, അത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മോൾ, സിമ്പല് MOL അല്ലേ? അപ്പം ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ് അന്ന് SI സിസ്റ്റം ഡെവലപ്പ് ചെയ്തപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത്. ഞാൻ പറഞ്ഞു, ഏതൊരു ക്വാണ്ടിറ്റിയെ നമ്മൾ ഫണ്ടമെൻ്റലായിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് റെഫറൻസ് വേണം. ഈ 7 ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കും ഇൻഡിപെൻഡൻറ്റ് റെഫറൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ 7 ക്വാണ്ടിറ്റിയെ നമ്മൾ ഫണ്ടമെൻ്റലായിട്ട് ആക്സെപ്റ്റ് ചെയ്തു. ലെങ്ത്തിന് മീറ്റർ, മാസിന് കിലോഗ്രാം, ടൈമിന് സെക്കൻഡ്, ടെമ്പറേച്ചറിന് കെൽവിൻ, കറണ്ടിന് ആംപിയർ, ല്യൂമിനസ് ഇൻറ്റൻസിറ്റി പ്രകാശ തീവ്രത, ലൈറ്റിൻ്റെ ഉച്ചം, അതിനുപയോഗിച്ച യൂണിറ്റ് കാൻഡില, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, അതായത് നമുക്ക് മാസമുണ്ട്, എന്നാലും ആറ്റമിക് സബ് ആറ്റമിക് കാൽക്കുലേഷൻസിനെ നമുക്ക് കുറേ കൂടി കൺവീനിയൻ്റ് ഈ മോൾ കൺസെപ്റ്റിലാണ്. അതുകൊണ്ട് നമ്മൾ മോൾ എന്നുള്ള ഒരു യൂണിറ്റ് കൂടി ഡെവലപ്പ് ചെയ്തു. ഓക്കെ, ഞാൻ ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെയും റെഫറൻസ് ഡെഫിനിഷൻ NCERT ബുക്കിലുണ്ട്. ഞാൻ എല്ലൊന്നും പറയാൻ പോകുന്നില്ല. ഞാൻ ആദ്യത്തെ ലെങ്ത്തിൻ്റെ മാത്രം പറയാം. എല്ലൊന്നും പറയാൻ ഞാൻ സമയം കളയുന്നില്ല. എല്ലാത്തിനുണ്ട്. ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിക്കും നമ്മൾ റെഫറൻസ് ഉണ്ട്. ലെങ്ത്തിൻ്റെ റെഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? സ്പീഡ് ഓഫ് ലൈറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. സ്പീഡ് ഓഫ് ലൈറ്റ് നമ്മൾ
ഓർത്തിരിക്കുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് എന്താണ്? 3 × 10⁸ meter/second. കറക്റ്റ്ലി പറഞ്ഞാൽ 299 കറക്റ്റ്ലി, അതായത് നമ്മൾ കുറെ കൂടി ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞാൽ 299,792,458. ഇതാണ് കുറെ കൂടി ആക്യുറസിയിൽ പറഞ്ഞാൽ കിട്ടാം. അല്ലെങ്കിൽ നോക്കാം, ഡിസ്റ്റൻസ് traveled by light. Distance traveled by light in 1/299,792,458 second. Distance traveled by the light in 1/299,792,458 second is taken as 1 meter. ഇതാണ് നമ്മുടെ ഇൻഡിപെൻഡന്റ് റെഫറൻസ്. നമുക്കത് വെരിഫൈ ചെയ്യാം. ഒരു ഡിസ്പ്യൂട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്പെരിമെന്റ് അറേഞ്ച് ചെയ്യാം. വി ക്യാൻ മെഷർ 1/299,792,458 സെക്കൻഡിലെ ലൈറ്റ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുവോ അതാണ് ഒരു മീറ്റർ. ഓക്കെ, അതുമാതിരി മാസിനും ടൈമിനും ആംപിയറിനും കെൽവിനും മോളിനും കാൻഡിലേക്കൊക്കെയും ഓരോ ഇൻഡിപെൻഡന്റ് റെഫറൻസ് ഉണ്ട്. ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. നിങ്ങളുടെ NCERT ബുക്ക് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടും. ഓക്കെ, അപ്പം എങ്ങനെ നമ്മൾ 1979 വെൻ ദിസ് ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് സിസ്റ്റം വന്നപ്പോൾ നമ്മൾ 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്തു. And from that fundamental units, നമുക്ക് അനേകം so many derived units ഉണ്ട്. So many derived units are also there. Okay. ഇനി പിന്നീട് science developed, we needed more unit. നമ്മൾ അന്ന് ആ സമയത്ത് തന്നെ 2 യൂണിറ്റ്സ് കൂടി നമ്മൾ ആഡ് ചെയ്തു. in the SI system. ഒന്ന് മെഷർമെന്റ് ഓഫ് ആംഗിൾ, 2 മെഷർമെന്റ് ഓഫ് സോളിഡ് ആംഗിൾ. ആംഗിളും സോളിഡ് ആംഗിൾ. ആംഗിളിന്റെ യൂണിറ്റ് റേഡിയൻ ആണ്, റേഡിയൻ. സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് ടെറേഡിയൻ. അപ്പൊ നമുക്ക് SI യൂണിറ്റിലെ 7 ഫണ്ടമെന്റലിന് പുറമെ നമുക്ക് എങ്ങനെയും കൂടി 2 യൂണിറ്റ് കൂടി നമുക്ക് ആവശ്യമായിട്ട് വന്നു. ഒന്ന് ആംഗിൾ മെഷർ ചെയ്യാനായിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ പറയാം പ്ലെയിൻ ആംഗിൾ. പ്ലെയിൻ ആംഗിൾ നമുക്ക് ഡെഫിനിഷൻ കൊടുക്കാൻ എങ്ങനെ വേണമെങ്കിലും നോക്കാം. സി, ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ പോകുന്നത്. ഒരു പോയിന്റ്, ഇതൊരു പോയിന്റാണ്. ഒരു പോയിന്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരികയാണ്. ഓപ്പണിംഗ് ഇൻ എ പ്ലെയിൻ സബ്റ്റൻഡഡ് ബൈ എൻ ആർക്ക്. സബ്റ്റൻഡഡ് ബൈ എൻ ആർക്ക് അല്ലേ? അപ്പോൾ എന്താണ് പ്ലെയിൻ ആംഗിൾ എന്ന് വെച്ചാൽ? ഒരു ഓപ്പണിംഗ് ആണ്, ഒരു തുറവ്. ആരെ? ഒരു പോയിന്റ്. ഒരു പ്ലെയിനിലെ ഓപ്പൺ അപ്പ് ചെയ്യാണ്. പോയിന്റ് ഓപ്പണിംഗ് അപ്പ്, തുറന്നു വരികയാണ് ഒരു പ്ലെയിനിലെ. and subtended by what? An arc, and defined as angle is equal to arc divided by the radius. ഞാൻ ആർക്കിന് S എന്ന് എഴുതി, റേഡിയസിന് R എന്ന് എഴുതി, ആംഗിളിന് തീറ്റ എന്ന് എഴുതി. തീറ്റ is equal to arc by radius, S by R. ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ തീറ്റ മസ്റ്റ് ബി ഇൻ ദ യൂണിറ്റ് റേഡിയൻ യൂണിറ്റിലാണ് കിട്ടുക. ആംഗിൾ ഇസ് ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ റേഡിയൻസ്. അപ്പോൾ എന്താണ്? ഒരു ഓപ്പണിംഗ് ആണ്. ഇൻ പ്ലെയിൻ
subtended by an arc and defined as arc divided by radius. Yes, ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇങ്ങനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ആ ആംഗിള് നമ്മൾ എടുക്കേണ്ടത് യൂണിറ്റ് റേഡിയനിലാണ്. നോക്കാം, ആംഗിൾ ഇൻ റേഡിയൻ ഇസ് ഈക്വൽ ടു S/R. ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ്. പക്ഷെ നമ്മൾ പരിചയം നിങ്ങൾ സ്കൂളിലെ ക്ലാസ് 7 ഓൺവേർഡ്സോ മറ്റാണ് നിങ്ങൾ ആംഗിൾ മെഷർമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് യൂസിങ് പ്രൊട്രാക്ടർ. അവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത് റേഡിയനിലല്ല, ഡിഗ്രീസിലാണ്. പക്ഷേ നമ്മൾ SI യൂണിറ്റ് ഡിഫൈൻ ചെയ്തപ്പോൾ നമ്മൾക്ക് ആംഗിൾ മെഷർ ചെയ്യേണ്ടത് റേഡിയനിലാണ്. അപ്പം എങ്ങനെ റിലേറ്റ് ചെയ്യാം ആംഗിളിനെയും, ആംഗിൾ ഇൻ ഡിഗ്രീസിനെയും, ആംഗിൾ ഇൻ റേഡിയൻസിനെയും, അല്ലേ? അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ടേക്ക് എ ഫുൾ സർക്കിൾ. ലെറ്റ് പോയിന്റ് ഓപ്പൺ അപ്പ് ഇൻ എ ഫുൾ സർക്കിൾ. അപ്പൊ എത്ര ആംഗിൾ അത് ഓപ്പൺ അപ്പ് ചെയ്യും? ആംഗിൾ ഓപ്പൺഡ് അപ്പ് വിൽ ബി വാട്ട്? എത്രയാ? 2π. ആംഗിൾ ഓപ്പൺഡ് അപ്പ് ഇസ് 2π, അല്ലേ? ആംഗിൾ ഓപ്പൺഡ് അപ്പ് വിൽ ബി 2π. യെസ്. ഇനി അപ്പോ എന്താണ് അത്? ആംഗിൾ സബ്റ്റൻഡഡ് ബൈ സർക്കിൾ അറ്റ് ഇറ്റ് സെന്റർ വിൽ ബി 2π, അല്ലേ? പക്ഷേ നമ്മുടെ പ്രൊട്രാക്ടറിൽ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അത് ഡിഗ്രീസിലാണ് മെഷർ ചെയ്യുക. അത് എത്രയാണത്? അത് 180 ഡിഗ്രീസ്. കണ്ടോ? അപ്പോൾ SI യൂണിറ്റിലെ ഡെഫിനിഷൻ പ്രകാരം ഒരു ഫുൾ സർക്കിള് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിള് എത്രയാണത്? ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ആംഗിൾ ഇസ് ഈക്വൽ ടു ഫുൾ സർക്കിൾ ആകുമ്പോൾ ആർക്ക് ലെങ്ത് 2πr ആണ്, റേഡിയസ് R ആണ്. R ക്യാൻസൽ ചെയ്ത് പോയി. അങ്ങനെയാണ് നമുക്ക് ഒരു ഫുൾ സർക്കിള് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിള് 2π റേഡിയൻസ് ആണ് കിട്ടുന്നത്. പക്ഷെ നമുക്കറിയാം പ്രൊട്രാക്ടറിൽ വരുമ്പോൾ അത് 2π എത്രയാണ്? 360. അതായത് 180 അല്ല, സോറി, 360 ഡിഗ്രീസ്. 360 ഡിഗ്രി ഫുൾ സർക്കിൾ ആകുമ്പോൾ അത് 360 ഡിഗ്രീസ് ആണ്, അല്ലേ? ഫുൾ സർക്കിൾ സബ്റ്റൻഡ് ചെയ്യുന്നത് 360 ഡിഗ്രീസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാം? 2π ഇസ് ഈക്വൽ ടു 360 ഡിഗ്രീസ്. π ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പൊ നമുക്ക് റേഡിയൻസിൽ തന്നാലേ ആംഗിളിലേക്ക് കൺവേർട്ട് ചെയ്യാം, ഡിഗ്രീസിൽ കൺവേർട്ട് ചെയ്യാം. ഡിഗ്രീസിൽ തന്നാലേ ആംഗിൾസിൽ കൺവേർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പൈ റേഡിയൻസ് 180 ഡിഗ്രി, ഇസ്ന്റ് ഇറ്റ്? അപ്പൊ തീറ്റ റേഡിയൻസോ എന്ത് വരും? 180 by pi into theta. Theta is the angle given in radians. If angle is given in radians, how to convert in degrees? 180 by pi into theta. അത്രയും നമുക്ക് ഡിഗ്രീസിൽ കിട്ടും. മറിച്ച് തീറ്റ given in degrees, how to convert into radius? pi by 180 into theta. അത്രയും നമുക്ക് റേഡിയൻസിൽ കിട്ടും. അല്ലെങ്കിൽ we can say that തീറ്റ ഇൻ ഇവിടെ തീറ്റ ഇൻ റേഡിയൻ, തീറ്റ ഇൻ ഡിഗ്രീസിൽ കിട്ടാനാണ്. തീറ്റ ഇൻ ഡിഗ്രീസ്, അല്ലേ? ആംഗിള് ഡിഗ്രീസിൽ കിട്ടാനായിട്ട് എന്ത് വേണം? (180 by pi into theta). ഇനി ആംഗിൾസ് റേഡിയൻസിൽ കിട്ടാനായിട്ട് എന്ത് വേണ്ടി വരും? 1 by pi by 180 into theta, അല്ലേ? And its value is coming to be 1.744 into 10 to the power of 1 degree. 1 degree is coming to be, ഒരു ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? 1.75 into 10 to the power of minus. ഒന്നുകൂടി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. നമുക്ക് രണ്ടും വളരെ
യൂസ്ഫുൾ ആണ്. എല്ലാ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിലും നമ്മൾ മെഷർ ചെയ്യുന്നത് റേഡിയൻസിലാണ്. അല്ലെങ്കിൽ ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയറ്റ്സ് എന്നുള്ള ഫോർമുലയ്ക്ക് നമുക്ക് കിട്ടുന്നത് ഇൻ ദ യൂണിറ്റ് സിസ്റ്റത്തിലാണ്, റേഡിയൻസിലാണ്. മറിച്ച് മെഷർ ചെയ്യുന്നത് യൂസിങ് എ പ്രൊട്രാക്ടർ, വി ആർ മെഷറിങ് ഇൻ ഡിഗ്രീസിലാണ്. നമ്മുടെ ഫെമിലിയാരിറ്റി അതിലാണ്. അപ്പോൾ ഫ്രം ഡിഗ്രീസ് വി ക്യാൻ കൺവേർട്ട് ഇറ്റ് ഇൻ ടു റേഡിയൻസ്. എങ്ങനെയാണ് റേഡിയൻസിൽ കൺവേർട്ട് ചെയ്യുക? ദിസ് ഈസ് ദ കൺവേർഷൻ ഫാക്ടർ. This theta in radians will be pi divided by 180 into theta. For example, theta ഞാൻ 60 ഡിഗ്രീസ് എടുത്തു. അപ്പോൾ പൈ ബൈ 180 into 60 നമുക്ക് പൈ ബൈ 3 റേഡിയൻസ് കിട്ടും. മറിച്ച് റേഡിയൻസിലാണ് തന്നിരുന്നെങ്കിൽ ഹൗ ഡു യു ഗെറ്റ് ഇൻ ഡിഗ്രീസ്? 180 by pi into theta. എക്സാമ്പിൾ പറയാം, തീറ്റ പൈ ബൈ 4 ആണെങ്കിൽ 180 by 4 45 ഡിഗ്രീസ് കിട്ടും. ഇനിയല്ല, നമുക്ക് ഡിഗ്രീസ് എന്ന റേഡിയൻസിൽ കൺവേർട്ട് ചെയ്യുന്ന ഒരു കൺവേർഷൻ ഫാക്ടർ ഉണ്ട്. ഓർക്കാൻ പറ്റുമെങ്കിൽ ഓർക്കുക, ഒരു ഡിഗ്രി ഈസ് ഈക്വൽ ടു 1.745 into 10 to the power of -2. ഓർക്കാൻ പറ്റുമെങ്കിൽ ഓർക്കാം, അല്ലെങ്കിൽ ഏറ്റവും നല്ലത് പൈ റേഡിയൻസ് ഇസ് ഈക്വൽ ടു അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫോർമുല ഓർക്കണം എന്നില്ല. അക്കോർഡിംഗ് ടു മൈ ഒപ്പീനിയൻ ഈ കൺവേർഷൻ ഫാക്ടർ മാത്രം ഓർത്തിരുന്നാൽ മതി. പൈ റേഡിയൻസ് ഇസ് ഈക്വൽ ടു 180 ഡിഗ്രീസ്. അവിടെ നമുക്ക് ഫ്രം റേഡിയൻസ് യു ക്യാൻ ഗോ ടു ഡിഗ്രീസ്, ഫ്രം ഡിഗ്രീസ് യു ക്യാൻ ഗോ ടു ദ റേഡിയൻസ്. അതാണ് എൻ്റെ ഒപ്പീനിയൻ ടു ഇൻ ദ ആംഗിൾ കൺവേർഷനിൽ. പക്ഷേ നമുക്കൊരു കൺവേർഷൻ ഫാക്ടർ ഉണ്ട്. ഒരു ഡിഗ്രി എന്ന് പറയുന്നത് 1.745 into 10 to the power of -2 റേഡിയൻസ് ആണ്. ഓക്കെ, നൗ നമുക്ക് ഇനി അടുത്തതാണ് സോളിഡ് ആംഗിൾ. നമ്മൾ എങ്ങനെയാണോ റേഡിയൻസ് ഡിഫൈൻ ചെയ്ത് അതേമാതിരി നമുക്ക് സോളിഡ് ആംഗിളും നമുക്ക് ഡിഫൈൻ ചെയ്യാം. ആംഗിൾ വാസ് എൻ ഓപ്പണിംഗ് ഇൻ പ്ലെയിൻ. സോളിഡ് ആംഗിൾ ഈസ് ഓപ്പണിംഗ് ഇൻ സ്പേസ്, isn't it? So this is the opening of the vertex of a cone. Opening of the vertex of a cone. അങ്ങനെ വേണമെങ്കിൽ പറയാം. Opening of the vertex of a cone into three-dimensional figure. Opening of the vertex of a cone into a three-dimensional space, subtended by a circular spherical area, subtended by a spherical area, and solid angle. നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ ഒമേഗ എന്നാണ്. ഒമേഗ, ഗ്രീക്ക് ലെറ്റർ ഒമേഗ. സോളിഡ് ആംഗിൾ ഒമേഗ ഈസ് ഡിഫൈൻഡ് ആസ് ഏരിയ സബ്റ്റെൻഡിങ് ദ സോളിഡ് ആംഗിൾ divided by radius square. ഒമേഗ ഇസ് ഈക്വൽ ടു ഏരിയ. ഞാൻ ഏരിയക്ക് ഡി എന്ന് എഴുതി ഇൻറ്റു റേഡിയസ് സ്ക്വയർ. കണ്ടോ? പ്ലെയിൻ ആംഗിൾ എന്തായിരുന്നു? പോയിന്റ് ഓപ്പണിംഗ് ഇൻ പ്ലെയിൻ. ആൻഡ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഡിഫൈൻഡ് ആസ് ദി ആർക്ക് സബ്റ്റെൻഡിങ് ദി ആംഗിൾ ഡിവൈഡഡ് ബൈ ദ റേഡിയസ്. സോളിഡ് ആംഗിൾ എന്താ? ഒരു പോയിന്റ് ഈസ് ഓപ്പണിംഗ് അപ്പ്, ഓപ്പണിംഗ് ഓഫ് വെർട്ടെക്സ് ഓഫ് എ കോൺ, നമുക്ക് അങ്ങനെ പറയാം. വെർട്ടെക്സ് ഓഫ് എ കോൺ ഇൻ സ്പേസ്, ഓപ്പണിംഗ് ഓഫ് ദ വെർട്ടെക്സ് ഓഫ് എ കോൺ ഇൻ സ്പേസ്, ഇതാണ് സോളിഡ് ആംഗിൾ. ആൻഡ് ഹു ഈസ് സബ്റ്റെൻഡിങ് ദിസ് ഏരിയ? ഏരിയ ആണ് ആ സോളിഡ് ആംഗിളിനെ സബ്റ്റെൻഡ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഡിഫൈൻ ചെയ്യുന്നത് സോളിഡ് ആംഗിൾ ഇസ് ഡിഫൈൻഡ് ആസ് എങ്ങനെ? ഏരിയ ഡിവൈഡഡ് ബൈ ദ റേഡിയസ് സ്ക്വയർ, അല്ലേ? അങ്ങനെയാണെങ്കിൽ what is the solid angle subtended by sphere at its center? Solid angle subtended by sphere at its center. Solid angle subtended by sphere at its center. എന്താണ്? സ്പിയർ ആകുമ്പോൾ ടോട്ടൽ ഏരിയ ഓഫ് ദ സ്പിയർ വിൽ ബി 4 pi r squared ഡിവൈഡഡ് ബൈ r squared. എന്ത് കിട്ടി? 4 pi. യൂണിറ്റ് സ്റ്റെറേഡിയൻ എന്നാണ്. യൂണിറ്റ് സ്റ്റെറേഡിയൻ. എഴുതുന്ന ലെറ്റർ SR.
സ്റ്റെറേഡിയൻ. മറ്റേത് റേഡിയൻ, ഇത് സ്റ്റെറേഡിയൻ. റേഡിയൻ്റെ സിമ്പിൾ RAD, ഇത് സ്റ്റെറേഡിയൻ. നമ്മൾ SR എന്ന് എഴുതും. ഓക്കെ. അപ്പോൾ what is the total plane angle subtended by circle at its center? അത് 2π radians. ഇവിടെ the total solid angle subtended by a sphere at its center, അത് 4π steradians. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് എന്ത് these are the 7 fundamental quantities and അതിനെ നമ്മൾ സപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള 2 സപ്ലിമെൻ്ററി യൂണിറ്റ്സ്, one for angle, other for solid angle. ഓക്കെ, നമുക്ക് ഞാൻ പറഞ്ഞു there are so many higher multiples ഉണ്ട്, so many lower multiples ഉണ്ട്. We have, in addition to that, we have 7 fundamental quantities under with unit meter, kilogram, second, ampere, Kelvin, mole and candela. But we have higher multiples and lower multiples, milli, mega, kilo, so many units are there, higher units and lower units under. Okay, ഇതിനു പുറമെ നമുക്ക് ചില കൺവെൻഷനലി ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന, ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറേ എന്താണ് യൂണിറ്റ്സും ഉണ്ട്. ട്രഡീഷണലി ഉപയോഗിച്ചിരിക്കുന്ന യൂണിറ്റ്, അങ്ങനെ ഒരു കുറേ കാലങ്ങളായിട്ട് ചില കമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചില യൂണിറ്റ്സ് ഉണ്ട്. ഇപ്പോഴും നമ്മൾ അത് ഉപയോഗത്തിലുണ്ട് അല്ലേ. നമുക്ക് എന്താണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഉണ്ട്, SI യൂണിറ്റ്സ് ഉണ്ട്, ഇനി പോരെങ്കിൽ ഹയർ മൾട്ടിപ്പിൾസ് ഉണ്ട്, ലോവർ മൾട്ടിപ്പിൾസ് ഉണ്ട്. ഇതിന് പുറമെ നമുക്ക് കുറേ സ്പെഷ്യലി ഡിഫൈൻഡ് യൂണിറ്റ്സ് ഉണ്ട്. അതിനെക്കുറിച്ചും NCERT ബുക്കിനകത്ത് മെൻഷൻ ചെയ്ത് നമുക്ക് ക്വിക്കായിട്ട് നോക്കാം. മാസിനെ നമുക്ക് ഒരു യൂണിറ്റാണ്. നമുക്ക് കിലോഗ്രാം ഉണ്ട്, മില്ലിഗ്രാം ഉണ്ട്, സെൻറ്റിഗ്രാം ഉണ്ട്, എത്ര വേണമെങ്കിൽ ഹയർ ആൻഡ് ലോവർ മൾട്ടിപ്പിൾസ് ഉണ്ട്. അതിന് പുറമെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് ക്വിൻ്റൽ. മോസ്റ്റ്ലി കമേഴ്ഷ്യൽ പർപ്പസിലാണ്. ഒരു ക്വിൻ്റൽ മീൻസ് 100 കിലോഗ്രാം. ഇനി വേറെ യൂണിറ്റ് ഉണ്ട് മെട്രിക് ടൺ. മെട്രിക് ടൺ അത് 1000 കിലോഗ്രാം. ഇത് രണ്ടും കമേഴ്ഷ്യൽ യൂണിറ്റ്സ് ആണ്. ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പല കമേഴ്ഷ്യൽ പർപ്പസിനും. നമ്മൾ കിലോഗ്രാമും അതിനൊക്കെയും അപ്പുറത്ത് we prefer to use in this commercial unit, special units, quintal and metric ton. അതുപോലെ വേറെ യൂണിറ്റ് കൂടി ഉണ്ട്, അതിൻ്റെ പേരാണ് ക്യാരറ്റ്. ക്യാരറ്റ് 200 milligram. And usually carrot is used to measure the mass of what? Diamond. Diamond-ന്റെ സ്പെഷ്യൽ യൂണിറ്റ് ആണ് ക്യാരറ്റ്. We are using special unit as carat. ഇതാണ് നമുക്ക് ഫണ്ടമെൻ്റലി SI യൂണിറ്റ് ഉണ്ട്, കിലോഗ്രാം ഉണ്ട്, ഗ്രാം ഉണ്ട്, മില്ലിഗ്രാം. ഇതിന് പുറമെ കമേഴ്ഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്ന ചില യൂണിറ്റ്സ് ആണ് ക്വിൻ്റൽ, പിന്നെ മെട്രിക് ടൺ ആൻഡ് കാരറ്റ്. അതുപോലെ ഏരിയയ്ക്ക് നമുക്ക് ചില യൂണിറ്റ്സ് ഉണ്ട്. ഒന്ന് ARE, അതൊരു ഹെക്ടാമീറ്റർ ആണ്. ഹെക്ടാമീറ്റർ, HAM, ഹെക്ടാമീറ്റർ. അത് 10 മീറ്റർ ഇൻറ്റു 10 മീറ്റർ ആണ്. ദാറ്റ് മീൻസ് 100 മീറ്റർ സ്ക്വയർഡ് ആണ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ്. പ്രത്യേകിച്ച് ലാൻഡ് ഏരിയയ്ക്ക് മെഷർ ഉപയോഗിക്കുന്നത്. വേറൊരെണ്ണമാണ് ഹെക്ടർ. ഇത് ഡെക്കാമീറ്റർ. ഇത് ഡെക്കാമീറ്റർ ആണ്. ഒരു എയർ മീൻസ് 1 ഡെക്കാമീറ്റർ സ്ക്വയർ. ഡെക്കാമീറ്റർ സ്ക്വയർ 10 മീറ്റർ ഇൻറ്റു 10 മീറ്റർ, ദാറ്റ് ഈസ് 100 മീറ്റർ സ്ക്വയർ. ഇനി ഹെക്ടാമീറ്റർ സ്ക്വയർ, 1 ഹെക്ടാമീറ്റർ സ്ക്വയർ, ദാറ്റ് ഈസ് 100 മീറ്റർ ഇൻറ്റു 100 മീറ്റർ, ദാറ്റ് ഈസ് 10 to the power of 4 മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി വേറെ യൂണിറ്റും കൂടി ഉണ്ട്. അത് ന്യൂക്ലിയർ ഡയമെൻഷൻസിനകത്താണ്. അതിൻ്റെ പേരാണ് ബാൺ. 1 ബാൺ ഈസ് 10 to the power of
മൈനസ് 28 മീറ്റർ സ്ക്വയർ, 10 to the power of മൈനസ് 28 മീറ്റർ സ്ക്വയർ. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ന്യൂക്ലിയർ പ്രൊസെക്ഷൻ്റെ ഏരിയ മെഷർമെൻറ്റ്സിനാണ്. ഓക്കെ. ബട്ട് നമുക്കറിയാം ന്യൂക്ലിയർ മെഷർമെൻറ്റ്സിൽ വി ആർ പ്രിഫറബിളി യൂസിങ് ദ യൂണിറ്റ് ഫെർമി. നമ്മൾ ഫെർമിയിൽ പറയുമ്പോൾ ഒരു ബാൺ മീൻസ് 100 ഫെംറ്റോമീറ്റർ സ്ക്വയർ. ഇത് ഏരിയയുടെ. സിമിലർലി നമ്മൾ ഉപയോഗിക്കുന്ന വളരെ കോമൺ ഒരു യൂണിറ്റ് ആണ് അറ്റ്മോസ്, ATM. അറ്റ്മോസ് 1.01 into 10 to the power of 5 പാസ്കൽ അല്ലേ? നമുക്ക് SI യൂണിറ്റ് ഉണ്ട്, പാസ്കൽ ഉണ്ട്. എന്നിരുന്നാലും പലപ്പോഴും പല കാൽക്കുലേഷനിലും വി പ്രിഫർ ടു യൂസ് അറ്റ്മോസ്. 1 atmosphere is nearly 10 to the power of 5 പാസ്കൽ ആണ്. ഇനി വേറെ യൂണിറ്റ് ആണ് ക്യൂറി. നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പല് CI എന്നാണ് ക്യൂറിയുടെ. 1 curie ഈസ് എത്രയാണ്? 1 curie വിൽ ബി 3.7 into 10 to the power of 10 റേഡിയേഷൻസ് പെർ സെക്കൻഡ് ആണ്. 1 curie 3.7 into 10 to the power of 10. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ദാറ്റ്സ് കറക്റ്റ്. ഓക്കെ. ഇനി 3.7 into 10 to the power of 10 ഡിസൻറ്റിഗ്രേഷൻസ് പെർ സെക്കൻഡ്, അല്ലെങ്കിൽ 3.7 into 10 to the power of 10 becquerel. ആണ് SI യൂണിറ്റ്. എന്നിരുന്നാലും നമ്മൾ ഇപ്പോഴും വളരെ കോമൺ ആണ് എന്ത്? ക്യൂറി യൂണിറ്റ്. അതുമാതിരിയുള്ള ക്യൂറി ഈസ് ദ യൂണിറ്റ് ഓഫ് radiations emitted by what? Emitted by a source of radioactivity. റേഡിയോആക്റ്റീവ് സോഴ്സ് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസിൻ്റെ മെഷറാണ്. നമുക്ക് SI യൂണിറ്റ് ഉണ്ട് 1 becquerel. ഒരു സെക്കൻഡിലെ ഒരു ഡിസൻറ്റിഗ്രേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അത് ഒരു becquerel ആണ്. പക്ഷേ കുറെ കൂടി കൺവീനിയൻറ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ് ക്യൂറിയാണ്. 1 curie is 3.7 into 10 to the power of 10. അതേമാതിരിയുള്ളൊരു യൂണിറ്റാണ് റോഞ്ചൻ. ROENTGEN സിമ്പിള്. ഇത് 2.58 into 10 to the power of minus coulombs per kilogram. എന്താണ് ക്യൂറി ആൻഡ് റോഞ്ചൻ്റെ ഡിഫറൻസ്? രണ്ടും ബോത്ത് റിലേറ്റഡ് വിത്ത് റേഡിയോ ആക്ടിവിറ്റി ആണ്. 1 curie is the one indicating how many alpha, beta or gamma radiations are coming out from a radioactive source. We know that it is very hazardous to expose to the radiations. So it is very important that how many radiations are exposed to your body, അത് മെഷർ ചെയ്യണം. റേഡിയേഷൻ എക്സ്പോഷറിന്റെ യൂണിറ്റ് ആണ് റോഞ്ചൻ. I repeat, Curie, how many radiations are emitted by a source, അതിൻ്റെ സ്പെഷ്യൽ യൂണിറ്റ് ആണ്. അതേമാതിരി how many radiations are falling on your body, എത്ര നിങ്ങൾ റേഡിയേഷൻ എക്സ്പോഷർ ഉണ്ട്, അതിൻ്റെ യൂണിറ്റ് ആണ് റോഞ്ചൻ. ഒരു റോഞ്ചൻ എത്രയാണെന്ന് നോക്കി നിങ്ങൾ 2.58 into 10 to the power of minus 4 coulombs per kilogram. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് SI യൂണിറ്റ്സ് ഉണ്ട്. എല്ലാ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിക്കും ഡിറൈവ്ഡിനും ഹയർ മൾട്ടിപ്പിൾസ് ഉണ്ട്, ലോവർ മൾട്ടിപ്പിൾസ് ഉണ്ട്. അതിന് പുറമെ മെയിൻലി ഫോർ കമേഴ്ഷ്യൽ ആൻഡ് അതർ പർപ്പസസ് നമുക്ക് ചില സ്പെഷ്യൽ യൂണിറ്റ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ആർക്കൊക്കെയാണ്? മാസിനുണ്ട്, ഏരിയക്കുണ്ട്, പ്രഷറിനുണ്ട്, റേഡിയോ ആക്ടിവിറ്റിക്കുണ്ട്, റേഡിയേഷൻ എക്സ്പോഷറിനുണ്ട്. ഓക്കെ. ഇതും നിങ്ങളുടെ NCERT ബുക്കിൽ പ്രത്യേകിച്ച് ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതും നമ്മുടെ എക്സാമിനേഷനിൽ നമുക്ക് കെയർഫുൾ ആയിരിക്കണം. ഓക്കെ. നൗ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന മെയിനായിട്ടും 3 ഫണ്ടമെന്റൽ മെഷർമെന്റ്സ് ആയിരുന്നല്ലോ ആദ്യം ഉണ്ടായിരുന്നത്. ലെങ്ത്തും മാസും ടൈം. ലെങ്ത്ത് മെഷർമെന്റിന് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ലബോറട്ടറിയിലും നമ്മുടെ കോമൺ യൂസിന് ഉപയോഗിക്കുന്ന 3 ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഒന്ന്
സ്കെയിൽ, 2 വെർനിയർ കാലിപ്പേഴ്സ്, 3 സ്ക്രൂ ഗേജ് ആസ് വെൽ ആസ് സ്പെറോമീറ്റർ. All the 3 are supposed to be used by a student during his studies. Scale, very common. Vernier, also we are using screw gauge and sperometer. Ordinary scale നമ്മൾ മെഷർ ചെയ്യുന്നത് എന്തിൻ്റെ ഓർഡറുള്ള? ഓർഡിനറി സ്കെയിൽ വി ആർ മെഷറിംഗ് ഇൻ ദി ഓർഡർ ഓഫ് 0.1 സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് 10⁻³ മീറ്റർ ആണ്. ഓർഡിനറി സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് നമുക്ക് അളക്കാവുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ്, ലീസ്റ്റ് പോസിബിൾ മെഷർമെന്റ്, ലീസ്റ്റ് കൗണ്ട്, അത് 1.1 സെൻറ്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 1 മില്ലിമീറ്റർ ആണ്, അല്ലെങ്കിൽ ഇൻ മീറ്റർ അത് 10⁻³ മീറ്റർ ആണ്. ഇനി ഒരു വെർനിയർ കാലിപ്പേഴ്സ് ആണെങ്കിൽ, ഒരു വെർനിയർ കാലിപ്പർ ആണെങ്കിൽ വെർനിയർ കാലിപ്പറിൻ്റെ ലീസ്റ്റ് കൗണ്ട് 10⁻⁴ മീറ്റർ ആണ്. സ്ക്രൂ ഗേജോ അല്ലെങ്കിൽ വേറെ യൂണിറ്റ് ആണ് സ്പെറോമീറ്റർ, അത്ര ഫെമിലിയർ അല്ല. സ്ക്രൂ ഗേജ് ആൻഡ് സ്പെറോമീറ്റർ, അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് വരുന്നത് 10⁻⁵ മീറ്റർ ആണ്. ഇതാണ് 3 മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് സ്റ്റുഡൻറ് സപ്പോസ് ടു യൂസ് ഡ്യൂറിങ് ഹിസ് സ്റ്റഡി ടൈം. ഓർഡിനറി സ്കെയിൽ, അതിൻ്റെ ലീസ്റ്റ് മെഷറബിൾ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ലീസ്റ്റ് കൗണ്ട് 10⁻⁻³ മീറ്റർ. വെർനിയർ കാലിപ്പേഴ്സ് 10⁻⁴ മീറ്റർ. ആൻഡ് സ്ക്രൂ ഗേജ് അല്ലെങ്കിൽ സ്പെറോമീറ്റർ 10⁻⁵ മീറ്റർ. ഇനി നമുക്ക് വെരി ലോ ഡിസ്റ്റൻസസ് മെഷർ ചെയ്യാനായിട്ട്, വളരെ ചെറിയ ഡിസ്റ്റൻസസ് മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഒന്ന് ഓർഡിനറി മൈക്രോസ്കോപ്പ്, ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിലെ നിങ്ങളുടെ ലീസ്റ്റ് കൗണ്ട് 10⁻⁻7 മീറ്റർ. ഒപ്റ്റിക്കൽ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ ബോട്ടണി ക്ലാസ്സിൽ, സുവോളജി ക്ലാസ്സിലേക്ക് ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പിൻ്റെ ലീസ്റ്റ് കൗണ്ട് 10⁻⁻7 മീറ്റർ ആണ്. ഇനി കുറെ കൂടി പ്രിസിഷൻ കിട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്താണ്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, അവിടുത്തെ ലീസ്റ്റ് കൗണ്ട് 10⁻⁻10 മീറ്റർ ആണ്. ഇതിലും ലീസ്റ്റ് കൗണ്ട് കുറവ് അല്ലെങ്കിൽ പ്രിസിഷൻ കൂടിയ ഒരു ഇൻസ്ട്രുമെന്റ് കൂടി ഉണ്ട്. അതിൻ്റെ പേരാണ് ടണലിംഗ് മൈക്രോസ്കോപ്പ്. പഠിക്കാനൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അത് ലെസ് ദാൻ, ലീസ്റ്റ് കൗണ്ട് ഇനിയും കുറവാണ്, ലെസ് ദാൻ 10⁻⁻10 മീറ്റർ. ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന വെരി ലോ ഡിസ്റ്റൻസ് മെഷർമെന്റിന്റെ ഇൻസ്ട്രുമെന്റ്സും അതിൻ്റെ ലീസ്റ്റ് കൗണ്ടും. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്, അതിൻ്റെ 10⁻⁻7 മീറ്റർ. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് 10⁻⁻10 മീറ്റർ. ടണലിംഗ് മൈക്രോസ്കോപ്പ് ലെസ് ദാൻ 10⁻⁻10 മീറ്റർ. ഇനി മെഷർമെന്റ് ഓഫ് ലാർജ് ഡിസ്റ്റൻസസ്. മെഷർമെന്റ് ഓഫ് ലാർജ് ഡിസ്റ്റൻസസ്, മെഷർമെന്റ് ഓഫ് ലാർജ് ഡിസ്റ്റൻസസ് അല്ലേ, നമ്മളതിന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. മോർ ദാൻ ഇൻസ്ട്രുമെന്റ് വി ആർ യൂസിങ് എ മെത്തേഡ്. മെത്തേഡിന്റെ പേരാണ് പാരലാക്സ് മെത്തേഡ്. അല്ലെങ്കിൽ ട്രയാങ്കുലേഷൻ മെത്തേഡ്. For measuring large distance. Example, distance of a planet or a celestial body or a star. We are using this
method, parallax method or triangulation method. Parallax method or triangulation method. Okay. Method of measurement എങ്ങനെയാണ്? Yes. ഇതാണൊരു distant planet എന്ന് വിചാരിക്കാം. This is a distant planet. With the help of a telescope, we observe the position of this planet in the background of a distant star. അത്യാവശ്യം ഒരു ഡിസ്റ്റന്റ് സ്റ്റാറിന്റെ ബാക്ക്ഗ്രൗണ്ടിലെ we observe the position of this planet from most probably two diametrically opposite points on Earth. Two diametrically opposite points on Earth. Observe here, isn't it? ഈ ആംഗിൾ ആണ് theta. Then according to the definition of angle is equal to arc by radius. Yes. അല്ലെങ്കിൽ ഈ റേഡിയസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഡിസ്റ്റൻസ് ഓഫ് ദി പ്ലാനറ്റ് ഫ്രം എർത്ത്. നമ്മൾ നോക്കുന്ന രണ്ട് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്സ് ആണ് എർത്ത്. റേഡിയസ് ആണ് നമ്മുടെ ഡിസ്റ്റൻസ്. റേഡിയസ് ഇസ് ഇക്വൽ ടു ദിസ് ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? രണ്ട് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്സ് ഡിവൈഡഡ് ബൈ ദിസ് ആംഗിൾ. നമ്മളൊരു ട്രയാങ്കിൾ ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ പേര് ട്രയാങ്കുലേഷൻ മെത്തേഡ് എന്ന് പറയും. നമ്മൾ ഈ ആംഗിൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നീക്കിന്റെ പേരാണ് പാരലാക്സ് മെത്തേഡ്. അതുകൊണ്ട് ഇതിന് നമ്മൾ പാരലാക്സ് മെത്തേഡ് എന്ന് പറയും. ഈ ആംഗിള് ഞാൻ പറഞ്ഞാൽ ഒരു ഡിസ്റ്റന്റ് സ്റ്റാറിന്റെ ബാക്ക്ഗ്രൗണ്ടിലെ നമ്മൾ ഈ പ്ലാനറ്റിന്റെ ഈ രണ്ട് എയിൽ നിന്നും ബിയിൽ നിന്നുള്ള പൊസിഷനിൽ ആംഗിൾസ് മെഷർ ചെയ്യണം. ഈ ആംഗിള് ആണ് നമ്മൾ എന്ത് ആംഗിൾ എന്ന് പറഞ്ഞാൽ പാരലാക്റ്റിക് ആംഗിൾ. അപ്പം അതുകൊണ്ട് ഇതിന്റെ പേര് പാരലാക്റ്റിക് മെത്തേഡ് എന്നും പറയും. ഒരു ട്രയാങ്കുളിലാണ് നമ്മൾ ഈ കാൽക്കുലേഷൻ നടത്തുന്നത്. അതുകൊണ്ട് നമ്മൾ അതിന് വിളിക്കുന്ന പേരാണ് ട്രയാങ്കുലേഷൻ മെത്തേഡ്. അപ്പോൾ നമ്മൾ തീറ്റ മെഷർ ചെയ്യുന്നു. നമുക്കറിയാം we know the distance we have moved from A to B we have moved. അപ്പോൾ AB ഡിസ്റ്റൻസ് നമുക്കറിയാം. തീറ്റ മെഷർ ചെയ്തു with the help of a telescope. Then the radius means the distance of the planet or distant celestial object is equal to AB divided by what? The angle subtended, the parallactic angle. Okay, ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഫോർ മെഷറിംഗ് വെരി ലാർജ് ഡിസ്റ്റൻസസ്. Okay, now what are the units we are using for measuring very large distance? നമുക്ക് മീറ്റർ ഉണ്ട്, കിലോമീറ്റർ ഉണ്ട്, ഒത്തിരി ഉണ്ട്. But here also we have some special units to measure the celestial distances. ഞാൻ പറഞ്ഞു we have method of measurement. I told parallactic method or triangulation method. ഇനി what are the special units നമ്മൾ ഉപയോഗിക്കുന്നത്? എന്തിനെ? the measurement of large distances. നമുക്ക് കിലോമീറ്റർ ഉണ്ട്, SI യൂണിറ്റ് കിലോമീറ്റർ, മീറ്റർ ഉണ്ട്, കിലോമീറ്റർ ഉണ്ട്. Even then we prefer to use in the special units. First special unit ആണ് astronomical unit. Astronomical unit, very popularly known as AU, astronomical unit, and then the value is 1.496 into 10 to the power of 11 meter. ഇത്രയും മീറ്റർ എന്ന് വിളിക്കുന്ന പേരാണ് നമ്മൾ എന്ത് 1.496 into 10 to the power of 11 meter ആണ് 1 AU. And what is basically this? This is the average distance between Earth and Sun. Average distance between Earth and Sun. ഇതാണ് ഒരു സ്പെഷ്യൽ യൂണിറ്റ് ഉപയോഗിക്കുന്നത്
for celestial measurement. We call AU, astronomical unit. And the value in meter, 1.496 into 10 to the power of 11 meter. And what is 1 AU? 1 AU is the average distance between Earth and Sun. Yes. അടുത്ത വളരെ ഫെമിലിയർ യൂണിറ്റ് ആണ് ലൈറ്റ് ഇയർ. വെരി ഫെമിലിയർ ആണ്. നമ്മൾ എന്ന സിമ്പല് LY. അത് 9.46 into 10 to the power of 15 meter ആണ്. (9.46 into 10 to the power of 15 meter). And what is light year? Light year is the average distance. This is the distance traveled by the light in 1 year. Distance traveled by the light in 1 year. Yes. So this is a very common way of expressing the distance of the different celestial object in light year. For example, we say the distance of a star is, if we say 10 light years, it means light will take 10 years to reach from that celestial object to Earth. So this is a very commonly used unit. Light year in terms of meter, it is 9.46 into 10 to the power of 15 meter. And basically distance traveled by the light in what? 1 year. And we know that same manner, if I say, I can define light second. What is light second? Distance traveled by the light in 1 second, that is nearly 3 into 10 to the power of 8 meter. Similarly, we can talk about light minute, light year, light month, whatever it may be, but it's not so common. It's common is light year. And second thing, we know light takes nearly 8 minutes to travel from Earth to Sun. 8 minutes from Sun to Earth, or in seconds nearly 500 seconds. I repeat, the light takes 8 minutes to travel from Sun to Earth, or 500 seconds to travel from Sun to Earth. So if I make a unit like that, 8 light minutes. 8 light minutes. What is 8 light minutes? 1 light minute is the distance traveled by the light in 1 minute. 8 light minutes will be distance traveled by the light in 8 minutes. And I already told you, light takes 8 minutes to travel from Sun to Earth. So when I read these two statements together, ഇത് ഒരുമിച്ച് വായിക്കുമ്പോൾ എനിക്ക് എന്ത് പറയാം? 8 light minutes എന്താണ്? Average distance from Sun and Earth. Distance from Sun to Earth. അല്ലെങ്കിൽ that is 1 AU. Similarly, ഇത് 500 light seconds കൂടിയാണ്. 500 light seconds കൂടിയാണ്. അല്ലേ? This is either 8 light minutes or 500 light second. This is nothing but distance traveled by the light in 8 minutes, or distance traveled by the light in nearly 500 seconds. And this is nothing but average distance from Sun and Earth, or one we can call 1 AU. One more unit we are using for the very large distances, that is parsec. Parsec. 3.08 into 10 to the power of 16 meter. അല്ലെങ്കിൽ ലൈറ്റ് ഇയറിൽ 3.26 ലൈറ്റ് ഇയർ. അത്രയും നമുക്ക് പരിചയമില്ലാത്തൊരു യൂണിറ്റാണ് പാർസെക്. പാരലാറ്റിക് സെക്കൻഡ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. പാർസെക് ഓർ പാരലാറ്റിക് സെക്കൻഡ്. ഓക്കെ, പാർസെക് ഓർ പാരലാറ്റിക് സെക്കൻഡ്, ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ഫോർ മെഷറിംഗ് വെരി ലാർജ് ഡിസ്റ്റൻസസ്. നമുക്ക് നോക്കാം എന്താണ്
പാരലാറ്റിക് സെക്കൻഡ് നമുക്ക് നോക്കാം. വാട്ട് ഈസ് പാരലാറ്റിക് സെക്കൻഡ്? അത്രയും നമുക്കൊരു ഫെമിലിയർ അല്ല. ലൈറ്റ് ഇയർ ഈസ് വെരി ഫെമിലിയർ, AU ഈസ് വെരി ഫെമിലിയർ, പാർസെക് അത്ര ഫെമിലിയർ അല്ല. നോക്കാം എന്താണ് പാർസെക് നോക്കാം. ലുക്ക്, യു നോ എനി ആർക്ക് വിൽ ബി സബ്റ്റൻഡിങ് എൻ ആംഗിൾ. ആംഗിളിന്റെ പേരാണ് പാരലാറ്റിക് ആംഗിൾ. പാരലാറ്റിക്, അവിടെ നിന്നാണ് നമ്മുടെ പേര് വന്നിരിക്കുന്നത്. പാർ മീൻസ് പാരലാറ്റിക്. പാരലാറ്റിക് ആംഗിൾ, പാർസെക്. യെസ്, പാരലാറ്റിക് സെക്കൻഡ്. എന്താണ് ഒരു പാർസെക്? ഒരു ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു. ഈ ആർക്ക് പറഞ്ഞു, ഒരു ആർക്കാണ് ആംഗിൾ സെപ്റ്റൻഡ് ചെയ്യുന്നത്. ഈ ആർക്ക് ഈസ് ഈക്വൽ ടു 1 ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ലെങ്ത് ഉള്ള ഒരു ആർക്ക്. അത് ഒരു പോയിന്റിലെ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിള് 1 സെക്കൻഡ് ഓഫ് എൻ ആർക്ക്. അങ്ങനെയാണ് ആ പാർസെക് വരുന്നത്. പാരലാറ്റിക് ആംഗിൾ, ആംഗിൾ സെക്കൻഡ് ആണ്, ടൈം സെക്കൻഡ് അല്ല, ആംഗിൾ സെക്കൻഡ് ആണ്. ഒരു സെക്കൻഡ് ആംഗിള് സബ്റ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് ഡിസ്റ്റൻസ് ഫ്രം ആർ ടു ദ പോയിന്റ്, ഇതാണ് ഒരു പാർസെക്. ഓക്കെ, യെസ്. ഇങ്ങനെയാണ് ആ വാക്കിന്റെ ഒറിജിൻ. ഇങ്ങനെയാണ്. അപ്പോൾ ദിസ് ഈസ് എൻ ആർക്ക് ഓഫ് ഹൗ മച്ച് ലെങ്ത്? ഒരു AU ആർക്ക് ലെങ്ത് ഉള്ള ഒരു ആർക്ക് ഒരു പോയിന്റിലെ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിള് ഒരു സെക്കൻഡ് ആണെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം ആർക്ക് ടു ദ പോയിന്റ്, അതിന്റെ പേരാണ് പാർസെക്. അതാണ് 3.08 into 10⁻16 മീറ്റർ. അതാണ് 3.26 ലൈറ്റ് ഇയർ. ഓക്കെ, ഒന്നുകൂടി പറയട്ടെ. ദിസ് ഈസ് ദി ഡിസ്റ്റൻസ് ഫ്രം എൻ ആർക്ക് ഓഫ് ഹൗ മച്ച് ലെങ്ത്? 1 AU, such that to the point, the distance from arc to the point, arc of length 1 AU, if the arc is subtending an angle of what? Angle of 1 second, that distance is called as 1 parsec. എല്ലാവരും ഒന്നുകൂടി വ്യക്തമായിട്ട് നോക്കിയേ. ഇതൊരു ഡിസ്റ്റൻസ് ആണ്. എവിടുന്ന്? ആർക്ക് ടു എ പോയിന്റ്. ആർക്കിന്റെ പ്രത്യേകത എന്താണ്? ആർക്കിന്റെ ലെങ്ത് ഒരു AU ആണ്. ഒരു AU ആർക്ക് ലെങ്ത് ഉള്ള ഒരു പോയിന്റ് ഒരു സെക്കൻഡ് ആണ് ആംഗിൾ സബ്റ്റൻഡ് ചെയ്യുന്നെങ്കിൽ ഫ്രം ആർക്ക് ടു ദാറ്റ് പോയിന്റ്, അതിന്റെ പേരാണ് 1 parsec. 1 parsec. അപ്പൊ ഞാൻ ചെറിയ കാര്യം ചോദിച്ചോട്ടെ. സപ്പോസ് ഇത് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിള് സപ്പോസ് 2 സെക്കൻഡ് ആണെന്ന് വിചാരിക്കാം. So from diagram it is very clear, the point has come closer. Point has come closer. അപ്പോ എന്തായിരിക്കണം ഡിസ്റ്റൻസ്? when angle subtend 1 സെക്കൻഡ് ആണെങ്കിൽ 1 parsec. if the point P is subtending an angle 2 സെക്കൻഡ്, അത് ആംഗിള് പാരലാറ്റിക് ആംഗിള് ഡബിൾ ആയി. അപ്പൊ ഡിസ്റ്റൻസ് എന്തായിരിക്കണം? ഹാഫ് ആവും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു കാൽക്കുലേഷൻ നടത്താം. ഇഫ് an arc of, പക്ഷെ എന്താ നിർബന്ധം? ആർക്ക് മസ്റ്റ് ബി ഓഫ് ഹൗ മച്ച് ലെങ്ത്? 1 AU ഉള്ള ആർക്കായിരിക്കണം. അതൊരു പോയിന്റിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിള് 1 സെക്കൻഡ് ആണെങ്കിൽ അതൊരു പാർസെക് ആണ്. മറിച്ച് 2 സെക്കൻഡ് ആണെങ്കിൽ ആംഗിൾ കൂടിയെങ്കിൽ ഡിസ്റ്റൻസ് പ്രൊപ്പോർഷണലി കുറയും. എത്രയോ? ഹാഫ് എ പാർസെക്കോ. മറിച്ച് ആ പോയിന്റ് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിള് 0.5 പാർസെക് ആണെന്ന് വരിക. വേറൊരു പോയിന്റില് അത് 0.5 parsec ആണെങ്കിൽ ആംഗിള് പകുതിയായെങ്കിൽ ഡിസ്റ്റൻസ് വിൽ ബി ബിക്കം വാട്ട്? 2 parsec. നമുക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ചോദിച്ചാലേ യു ഷുഡ് ബി റെഡി ടു ഡു ദാറ്റ്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ എന്താണ് പാർസെക്? വെരി ലാർജ് മെഷർമെന്റ് ഓഫ് ഡിസ്റ്റൻസ് ആണ്. ഈവൻ ലൈറ്റ് ഇയറിനേക്കാളും വലുതാണ്. 3.26 ലൈറ്റ് ഇയേഴ്സ് ആണ്. And how the word it comes, it is related with the parallatic angle. എന്താണ് ആംഗിൾ ഇവിടെ വരുന്നത്? ഒരു ആർക്ക് എത്ര ലെങ്ത് ഉള്ള ആർക്ക്? ഒരു AU ലെങ്ത് ഉള്ള ആർക്ക് ഒരു പോയിന്റിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിള്
ഒരു സെക്കൻഡ് ആണെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം ആർക്ക് ടു ദാറ്റ് പോയിന്റ് ആണ് ഒരു പാർസെക്. അപ്പൊ നമുക്ക് ചെറിയ കാൽക്കുലേഷൻ നടത്താം. ഈ ആർക്ക് സെപ്റ്റന്റിന്റെ ആംഗിള് ഡബിൾ ആയെങ്കിൽ ഡിസ്റ്റൻസ് പകുതിയാവും, ആംഗിള് ഹാഫ് ആണെങ്കിൽ ഡിസ്റ്റൻസ് ഡബിൾ ആവും. ഓക്കെ ഓക്കെ, വിത്ത് ദാറ്റ് വി stop today's discussion. We will continue this.